കോഴിക്കോട് മാവൂർ റോഡിലെ ശ്മശാനം സ്മൃതിപഥം എന്ന് പേരിട്ട് പുതുക്കിയ പണി തീർന്നത് അടുത്ത നാളിലാണ്. അവിടെ ആദ്യം എത്തുന്ന അതിപ്രധാനിയായി മാറുകയാണ് MT വാസുദേവൻ നായർ. ഔദ്യോഗിക ഉദ്ഘാടനം ഇനിയും നടന്നിട്ടില്ല. ഡിസംബർ 29-നാണ് ഉദ്ഘാടനം. അതിനു മുമ്പേ MT ആ ശ്മശാനത്തിലേക്ക് എത്തുകയാണ്. പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ച് ജീവിച്ച നിളയുടെ കഥാകാരനാണ് MT. അന്ത്യചടങ്ങുകൾക്ക് ഹരിത പ്രോട്ടോകോൾ അറിഞ്ഞോ അറിയാതെയോ എത്തുന്നു. അങ്ങനെ പുതുക്കിപ്പണിത ശ്മശാനത്തിൽ MT അലിഞ്ഞു ചേരും. കാറ്റത്ത് ഒരു തിരിനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കാനാണ് എനിക്കാഗ്രഹം എന്നെഴുതിയ MT ഒരു തിരിനാളം പോലെ അണയും വരെ കേരളത്തിനും മലയാളിക്കും അക്ഷരങ്ങൾ കൊണ്ട് പ്രകാശം നൽകി. കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിതാരയിൽ നിന്നും പടിയിറങ്ങി സ്മൃതിപഥത്തിലേക്ക് MT എത്തും. മാവൂർ റോഡിലെ പൊതുശ്മശാനം സ്മൃതിപഥം എന്ന പേരിട്ട് പുതുക്കി പണിതത് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്മൃതിപഥത്തിലേക്ക് ആദ്യത്തെ വിലാപയാത്ര MTയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ളതാണ് എന്നതും കാലത്തിന്റെ നിയോഗമായി മാറുന്നു. MTയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കി. വാതകം ഉപയോഗിച്ച് ദഹിപ്പിക്കുന്ന 3 ചൂളകളും പരമ്പരാഗത രീതിയിൽ ദഹിപ്പിക്കാനുള്ള 2 ചൂളകളുമാണ് മാവൂർ റോഡ് ശ്മശാനത്തിൽ പുതിയതായി നിർമ്മിച്ചത്. കർമ്മങ്ങൾ ചെയ്യാനും ദേഹശുദ്ധി വരുത്താനുമായി പ്രത്യേകം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിന് സമീപം മനുഷ്യന്റെ ജനനം, ജീവിതം, മരണം എന്നിവ ചിത്രീകരിച്ച ചുമർ ചിത്രങ്ങളുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നത്. 4 വാതക ചൂള, 1 വൈദ്യുതി ചൂള, 2 പരമ്പരാഗത ചൂള എന്നിവ ഉൾപ്പെടുത്തിയാണ് നവീകരിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പുകയോ ഗന്ധമോ പുറത്തു വരില്ല. സംസ്കാരശേഷം 60 ദിവസം വരെ ചിതാഭസ്മം സൂക്ഷിക്കുന്നതിനുള്ള ലോക്കറുകൾ, സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി സംസ്കാര നടപടി തത്സമയം കാണാനുള്ള സൗകര്യം, സംസ്കാര സാധനങ്ങൾ കിട്ടുന്ന കിയോസ്ക്, 24 മണിക്കൂറും സെക്യൂരിറ്റി, അനുസ്മരണ ചടങ്ങുകൾക്ക് ഹാൾ എന്നിവയാണ് സവിശേഷതകൾ. 2020 ഒക്ടോബറിലാണ് MLA ഫണ്ടും കോർപ്പറേഷൻ ഫണ്ടും ഉപയോഗിച്ച് ശ്മശാനം നവീകരിക്കാൻ തീരുമാനിച്ചത്. സംസ്കാരം നടക്കുമ്പോൾ പുകയും ഗന്ധവും നഗരപരിസരത്ത് വ്യാപിച്ചിരുന്നു. പിന്നീട് ഇലക്ട്രിക് ശ്മശാനത്തിൽ മാത്രമായിരുന്നു സംസ്കാരം. ഇത് കേടായതോടെ 1.5 വർഷമായി സംസ്കാരം മുടങ്ങി. അതിനുശേഷമാണ് നവീകരണം തുടങ്ങിയത്. വലിയ പ്രതിസന്ധി നിന്നിരുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തറ 1 മീറ്ററിലധികം ഉയർത്തിയാണ് നവീകരണം. 5250 ചതുരശ്ര അടിയിലാണ് ശ്മശാനം നവീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ സംസ്കാരം നടത്താനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2020-ൽ അടച്ചിട്ട ശ്മശാനം ഭാഗിക നവീകരണം നടത്തി തുറന്നെങ്കിലും ഇലക്ട്രിക് ശ്മശാനത്തിലെ ഫർണസ് തകരാറിലായതോടെ പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു. വാതക ശ്മശാനത്തിൽ വാതകം ചേർന്ന് തീപിടിച്ചിരുന്നു. ഇത് പരിഹരിച്ചെങ്കിലും തറഭാഗം തകർന്നതിനാൽ വെള്ളം കയറി വീണ്ടും പ്രവർത്തനം മുടങ്ങി. ഇതോടെയാണ് വാതക ശ്മശാനവും അടച്ചത്.